തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതവും വിവിധ ധനവിഹിതങ്ങളും പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുള്ള LDF പ്രമേയം UDF ഭരണസമിതി തള്ളിയതിൽ പ്രതിഷേധിച്ച് LDF അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ചു. റിവേഴ്സ് ബജറ്റിലൂടെ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിഹിതത്തിൽ 30,06,000 രൂപ കുറവ് വരുത്തിയതോടൊപ്പം 16ാം ധനകാര്യ കമ്മീഷൻ വിഹിതത്തിലും 84,25,000 രൂപ കുറവ് വന്നു. കൂടാതെ അവസാന ഗഡുവായി ലഭിക്കേണ്ട 1,38,38,300 രൂപ പട്ടികജാതി വികസന ഫണ്ടിന്റെ 50,60,700, ജനറൽ പർപ്പസ് ഫണ്ടിലെ 14,78,000 എന്നിവ അനുവദിച്ചില്ല. അതിനാൽ ക്ഷേമ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച തടസ്സപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിനെ തുടർന്നാണ് LDF അംഗങ്ങൾ പ്രമേയം അവതരിപ്പിച്ചത്. എന്നാൽ UDF ഭരണസമിതി ഇത് തള്ളുകയാണ് ചെയ്തത്. വോട്ടിംഗ് ആവശ്യപ്പെട്ടിട്ടും അംഗീകരിക്കാതായതോടെ LDF അംഗങ്ങൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോവുകയും ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു. അംഗം രാജിഷ ശിവജിയാണ് പ്രമേയം അവതരിപ്പിച്ചത്. അംഗങ്ങളായ KB സുധ, സന്തോഷ് കേരാച്ചൻ, ഷൈന മുഹമ്മദ്, TP സോമൻ, താരാബാബു എന്നിവരോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PK മോഹനൻ, IN സുധീഷ് എന്നിവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. പ്രമേയത്തിന്റെ പകർപ്പ് മുഖ്യമന്ത്രിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും അയച്ചു. സർക്കാർ നീതി പാലിക്കും. ഫണ്ടുകൾ വെട്ടിക്കുറച്ചതിൽ സർക്കാർ ഫണ്ടുകൾ പഞ്ചായത്തിലെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫണ്ടുകളിൽ ഗണ്യമായ വെട്ടിക്കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ പല പദ്ധതികളും ഈ വർഷം നമുക്ക് നടത്താനായിട്ട് സാധിക്കില്ല. കാരണം ഓരോ പദ്ധതിയുടെയും വിഹിതങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് അറിയാനായിട്ട് സാധിക്കും. പ്ലാൻ ഫണ്ടിൽ തന്നെ 30,06,000 രൂപ വരെ വെട്ടിക്കുറവാണ്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസന ഫണ്ടിൽ വളരെ അധികം ഗണ്യമായ രീതിയിലുള്ള വെട്ടിക്കുറവുകളാണ് സംഭവിച്ചിരിക്കുന്നത്. പ്ലാൻ ഫണ്ടിൽ തന്നെ 30,06,000 കോടി രൂപയുടെ കുറവ് നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. കോടിയല്ല കേട്ടോ, 30,06,000 അങ്ങനത്തെ